വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവട കേസിൽ കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഡോക്ടർമാരായ അലക്സാണ്ടർ, ശ്രീജ പിള്ള എന്നിവരെ ഇഡി ചോദ്യം ചെയ്തു. സ്വകാര്യ ആശുപത്രികളിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഡോക്ടർമാരെ ചോദ്യം ചെയ്യും. വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവട കേസിലെ കള്ളപ്പണ ഇടപാടുകളിൽ നടപടി കടുപ്പിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ലേക്ക് ഷോർ ആശുപത്രിയിലെ ഡോക്ടർ അലക്സാണ്ടർ, ഡോക്ടർ ശ്രീജ പിള്ള എന്നിവരെയാണ് ഇന്ന് ഇഡി ചോദ്യം ചെയ്തത്. ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് മുഹമ്മദ് ഇക്ബാലിനെയും MD SK അബ്ദുള്ളയെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. നിയമവിരുദ്ധ ശസ്ത്രക്രിയകൾക്ക് ഡോക്ടർമാർക്ക് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഡോക്ടർമാരുടെ ബാങ്ക് അക്കൗണ്ടുകളും സ്വത്തുക്കളും കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം. അവയവ കച്ചവട റാക്കറ്റിന് സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് കമ്മീഷൻ ലഭിച്ചിരുന്നുവെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ മാസം ലേക്ക് ഷോർ ആശുപത്രിയിലടക്കം ഇഡി റെയ്ഡുകൾ നടത്തിയിരുന്നു. ഇവിടെ നിന്നും പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇഡി തുടർ നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. ആശുപത്രികളിൽ നടക്കുന്നത് ഒരു സംഘടിത കുറ്റകൃത്യമെന്ന നിലയിലാണ് ഇഡി അന്വേഷണം. നിയമവിരുദ്ധമായ ശസ്ത്രക്രിയ ആശുപത്രിയിൽ നടത്തിയതിന് ഡോക്ടർമാർക്ക് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടോ എന്നാണ് ഇഡി പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സ്വത്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുന്നുണ്ട്. ഡോക്ടർ മുഹമ്മദ് ഇക്ബാലിനോട് കഴിഞ്ഞ 5 വർഷത്തെ സ്വത്ത് വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഇഡി ആവശ്യപ്പെട്ടിരുന്നു. ഇവ പരിശോധിച്ചു വരികയാണ്. ഇക്ബാലിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. അവയവ കച്ചവട റാക്കറ്റിലെ മുഖ്യകണ്ണി മുഹമ്മദ് നജീബിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായി സ്വകാര്യ ആശുപത്രികൾക്ക് ബന്ധമുണ്ടെന്നതാണ് ഇഡിയുടെ പ്രധാന കണ്ടെത്തൽ. ഓരോ തവണ ദാതാവിനെയും സ്വീകർത്താവിനെയും ആശുപത്രിയിലെത്തിച്ച് പരിശോധന നടത്തിയതിന് ഈ ആശുപത്രികളിൽ നിന്നും റാക്കറ്റിന് കമ്മീഷൻ പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. റെയ്ഡ് നടത്തിയ മറ്റു സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. ജനം, കൊച്ചി.